ഹലോ, ക്യാച്ചസ് വിൻ മാച്ചസ് എന്നുള്ള ക്രിക്കറ്റിലെ ഫേമസ് ഫ്രേസിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു കളിയായിരുന്നു ഇന്നലെ നടന്നത്. അതായത് നമ്മുടെ പഞ്ചാബ് വേഴ്സസ് ഹൈദരാബാദ്. അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബാറ്റ് ചെയ്ത ഹൈദരാബാദിൻ്റെ ഏകദേശം 4 മുകളിൽ ക്യാച്ചസും ചാൻസസുമാണ് നമ്മുടെ പഞ്ചാബ് മിസ്സാക്കിയത്. അപ്പം മിസ്സാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസല് മിസ്, അതായത് സിമ്പിളായിട്ടുള്ള കുറച്ച് സിറ്റേഴ്സ്, നമ്മുടെ കീപ്പറിന് കിട്ടിയ ഒരു ഈസി സ്റ്റംപിങ് ചാൻസസ്, അങ്ങനെ കുറെ. അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മിസ്സസിൽ നിന്ന് കയറി വന്ന നമ്മുടെ ബാറ്റ്സ്മാൻമാർ, അതായത് ഇഷാൻ കിഷനെ 2 തവണ ഡ്രോപ്പ് ചെയ്തു, ഹെൻറിച്ച് ക്ലാസിനെ 1 തവണ ഡ്രോപ്പ് ചെയ്തു. അപ്പം മെയിനായിട്ടും ഹൈദരാബാദിന്റെ സ്കോറിംഗ് കയറ്റിയത് ഈ 2 ബാറ്റ്സ്മാൻമാരാണ്. അപ്പം ഈ മിസ്സിന്റെ കോസ്റ്റ് എന്തോരം വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഏകദേശം ഒരു 160 അല്ലെങ്കിൽ 170 ഒരു സ്കോറിൽ ഒതുങ്ങേണ്ട ഒരു ഹൈദരാബാദിനെ ഈ ഒരു മിസ്സിംഗ് ക്യാച്ചസ് കാരണം അവർ നേടിയെടുത്തത് ഒരു 220+ ടോട്ടലാണ്. അപ്പം അടുപ്പിച്ച് നമ്മുടെ ടൂർണമെന്റ് തുടക്കത്തിൽ അടുപ്പിച്ച് 7 കളികൾ പരാജയം അറിയാണ്ട് വന്ന പഞ്ചാബ് ഇപ്പോൾ ലാസ്റ്റ് 3 മാച്ചസ് അടുപ്പിച്ചൊരു ഹാട്രിക് തോൽവി വഴങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ തോറ്റ കളികളിലൊക്കെ പഞ്ചാബിന്റെ ഫീൽഡിങ്ങും തീരെ മോശമായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പം ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും ഒരു മോശം ഫീൽഡിംഗ് ടീം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ടീമാണ് പഞ്ചാബ്. ഇപ്പം ആ ടീമിൽ ശശാങ്ക് എന്ന് പറഞ്ഞ ഒറ്റ പ്ലെയറിനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി വിട്ടേക്കുന്ന ക്യാച്ചുകളുടെ എണ്ണം 6+ ക്യാച്ചസ് ആണ് പുള്ളി ഡ്രോപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഇതുപോലുള്ള മേജർ ടൂർണമെന്റിൽ ഈ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത്, അതും T20 ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ ക്യാച്ചസ് ഡ്രോപ്പ് ആകുന്നതെന്ന് പറയുന്നത് അത്രയും നല്ലൊരു കാര്യമല്ല. കാരണം ബാറ്റ്സ്മാൻമാർ മോസ്റ്റ്ലി ഫേവറബിൾ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പിച്ചസിൽ വളരെ കുറച്ച് ചാൻസസേ ബോളർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന ചാൻസസ് ബോളറുടെ കൂടെ ഫീൽഡർമാരും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്കത് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ചഹലിന് 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 2 ഡ്രോപ്പ് ചാൻസസ് ആയിപ്പോയി, 2 ഇൻഫോം ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ബോളേഴ്സ് ഇതുപോലെ ഓരോ ചാൻസസ് ഉണ്ടാക്കുന്നത്. അപ്പം ഫീൽഡർമാരുടെ സപ്പോർട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പഞ്ചാബിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താ പറയുന്നത്, ടൂർണമെന്റ് പകുതി ആയപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഉറപ്പിച്ച ഒരു ടീമാണ് പ്ലേ ഓഫിലേക്ക് കയറും എന്നുള്ളത് പഞ്ചാബ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കളി മഴ കൊണ്ടുപോയി, ബാക്കി എല്ലാ കളിയും തുടക്കത്തിൽ ജയിച്ചിരുന്നു. പിന്നെ രാജസ്ഥാനാണ് പഞ്ചാബിന്റെ തകർച്ചയ്ക്ക് ആദ്യം തുടക്കമിട്ടത്, ഫസ്റ്റ് കളി തോൽപ്പിച്ച്. അത് കഴിഞ്ഞ് ഗുജറാത്ത്, പിന്നെ ഹൈദരാബാദ്, ഇങ്ങനെ അടുപ്പിച്ച് 3 കളിയാണ് ഇപ്പോൾ പഞ്ചാബ് തോറ്റിരിക്കുന്നത്. അപ്പം പഞ്ചാബിന് ഇനിയും പ്ലേ ഓഫിനായിട്ട് ഒരു 70 to 90% ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മാച്ചസിൽ നിന്ന് ഓൾമോസ്റ്റ് 2 കളി ജയിച്ചു കഴിഞ്ഞാൽ അവർ ഒരു സേഫർ പൊസിഷനിലേക്ക് വരും. വേറെ ഒരു ടീമിനും ഇത്രയും തോൽവി വഴങ്ങിയിട്ട് അവകാശപ്പെടാനില്ലാത്തൊരു ക്വസ്റ്റനാണ് പഞ്ചാബിന് ഇപ്പം നിലവിലുള്ളത്. എന്തായാലും പഞ്ചാബ് ടീമിന്റെ ഈ ഹാട്രിക് തോൽവി പഞ്ചാബിനെ ബാധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഫസ്റ്റ് ടേബിളിൽ ഫസ്റ്റ് വരുന്ന ടീമിന് 2 ചാൻസസ് പ്ലേ ഓഫിൽ കിട്ടും. അതായത് ഫസ്റ്റ് പ്ലേ ഓഫിൽ തോറ്റ് കഴിഞ്ഞാലും എലിമിനേറ്ററിൽ കൂടെ വീണ്ടും ഫൈനലിലേക്ക് കയറാനുള്ള ചാൻസസ് കിട്ടും. അപ്പോൾ IPL ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മജോറിറ്റി കപ്പടിച്ചിട്ടുള്ള ടീമുകളൊക്കെ ഇങ്ങനെ രണ്ടാമത്തെ ചാൻസ് വെച്ച് കയറിപ്പോയ ടീമുകളാണ്. ഇപ്പം ഹാട്രിക് ആയിട്ടുള്ള 3 തോൽവി വന്നുകൊണ്ട് പഞ്ചാബിന് മിക്കവാറും ടേബിളിൽ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 3rd പൊസിഷനിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസസും തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം താഴെ നിന്നുള്ള ടീമുകളെല്ലാം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പഞ്ചാബിന് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ ഓഫിലെ 2 കളിയും നടക്കുന്നത് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ്. എലിമിനേറ്ററും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് ക്വാളിഫയർ എലിമിനേറ്ററും ആണെന്ന് തോന്നുന്നു. 2 കളി നടക്കുന്നത് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെ വരും. ഒരെണ്ണം ധരംശാലയിലും. അതും പഞ്ചാബിന് അത്രയും പ്രശ്നമുള്ളൊരു എൻവറോൺമെന്റ് അല്ല. കാരണം ഇത് 3ഉം ഏകദേശം അടുത്തടുത്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഫൈനൽ വരുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലാണ്. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പഞ്ചാബിന് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇങ്ങനത്തെ ഈ തുടർ തോൽവികളും പഞ്ചാബിന്റെ ഫീൽഡിംഗ് പിഴവുകളും മുന്നോട്ടുള്ള അവരുടെ പോക്കിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.